ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണ വീഡിയോ ആണ്. അവിടെ ഓഡിറ്റോറിയത്തിൽ ആദ്യം എത്തത് ഞാനാണ്. ആദ്യമല്ല, വേറെ 2 ചേച്ചിമാരും അമ്മമാരെല്ലാം ഉണ്ട്, പിന്നെ ഞാനും. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ വെറുതെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ആ പാട്ടിനനുസരിച്ചിട്ട് കയ്യും കണ്ണും എല്ലാം അനക്കിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്യാണത്തിന് മെയിൻ ആവാൻ വന്ന സാറേ നിങ്ങൾ കണ്ടു. അങ്ങനെ എൻ്റെ ഷോ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ബ്രൈഡ് എത്തി. പക്ഷെ എത്തി പറഞ്ഞിട്ട് കാര്യമില്ല, ആ കാറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറാണ് സമയം എടുത്തത്. കാരണം ഡോറ് തുറക്കുന്നതും കാല് താഴെ കുത്തുന്നതും എല്ലാം ഈ ക്യാമറക്കാർക്ക് ഒപ്പി എടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനും കുറച്ച് ഒപ്പിയെടുത്തു. എന്നിട്ട് ഇത്ര സമയം ക്യാമറ പിടിച്ച് നിന്നിട്ട് ശരിക്കും ഭൂമിയിലേക്കൊന്ന് കാലുകുത്തി വ്ളോഗിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ട. അപ്പം അതിനാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് അവർക്ക് വേണ്ടി ഒന്നും കൂടി കാറിൽ നിന്ന് ഇറങ്ങി വരുമെന്നാ ചോദിച്ചത്. കാസർഗോഡുള്ള ഫെയർ ലേഡി ബ്യൂട്ടി പാർലറിൽ നിന്നാണ് ഇവള് മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാം ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കല്യാണ വീടല്ലല്ലോ ഗൈസ്, നമ്മളിപ്പോൾ ഓഡിറ്റോറിയത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരും നല്ല സുന്ദരി പറയുന്നുണ്ട്. മുഹൂർത്തം വന്നിട്ട് 11:30 അങ്ങനെ പിന്നെ ഓള് സ്റ്റേജിൽ കയറി. ചിക്കൻ വരുന്ന സമയത്ത് ഓക്ക് ഡാൻസ് കളിക്കാണ്ട്. അപ്പം അതിനുള്ള പാട്ട് സെറ്റാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഇവളൊരു ഡാൻസ് ട്രൂപ്പിലുണ്ട്. അപ്പോൾ അവിടെ ഇല്ല 2-3 ചേച്ചിമാരും ഇവളും കൂടിയിട്ടുള്ള ഡാൻസ് ആയിരുന്നു ഉണ്ടായത്. ശരിക്കും അപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗാണ് ഉണ്ടായത്. കാരണം നമ്മളൊന്നിച്ച് പഠിച്ച ഒരാൾ, നമ്മളൊന്നിച്ച് ഉണ്ടായ ഒരാളിപ്പം ബ്രൈഡായി അണിഞ്ഞൊരുങ്ങി ഇപ്പം സ്റ്റേജിലൊക്കെ നിന്ന് ഡാൻസ് കളിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഉള്ള കല്യാണം കഴിയും. അതാലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായത്. നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ എല്ലാവർക്കും ഒന്നും കല്യാണത്തിന് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വ്ളോഗ് ഇട്ടാൽ എല്ലാവർക്കും കാണാമല്ലോ. പിന്നെയും ഇവർക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ എടുത്ത് നോക്കുമ്പോൾ ഇത് നല്ലൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് എടുത്ത് ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഡാൻസ് ഏകദേശം കഴിഞ്ഞപ്പം ഇവളുടെ ഏട്ടന്മാരെല്ലാം കൂടി ചെക്കനെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഫോട്ടോ എടുക്കാൻ കുറച്ച് തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തു. കുറച്ച് സമയം അവിടെ പിന്നെ ഞങ്ങൾ സെൽഫിയും എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ആക്ച്വലി കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. എനിക്കൊന്ന് ഡിഗ്രി കഴിഞ്ഞ ശേഷം പിന്നെ എപ്പോഴും ഒരു പ്രാവശ്യം കണ്ടിന്, പിന്നെ കാണുന്നത് ഇപ്പോൾ ആണ്. ഡിഗ്രി കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഓരോരോ വഴിക്കായിരുന്നല്ലോ. അങ്ങനെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. കഴിക്കാനവിടെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നെങ്കിലും പിന്നെ നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ പിന്നെ ഇല ഇട്ടു, ചിപ്സ് വന്നു, ശർക്കര വന്നു, അച്ചാർ വന്നു, ഓരോ കൂട്ടം കറി വന്നു, എല്ലാം വന്നു. പിന്നെ ചോറ് വിളമ്പി. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ തുടങ്ങി. പിന്നെ സ്പെഷ്യലായിട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോറ് കഴിക്കാൻ എനിക്ക് പ്രത്യേക ഒരു ഉത്സാഹം തന്നെയായിരുന്നു. എനിക്ക് പൊതുവേ കല്യാണത്തിന് പോയാൽ ചോറ് നല്ലോണം കഴിക്കണം തോന്നും, പക്ഷെ എനിക്ക് അത്ര കഴിക്കാൻ പറ്റില്ല. അതെന്തേന്നറിയില്ല. പക്ഷേ ആ ചോറ് ചിലപ്പോൾ അതേ ചോറ് വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ ചിലപ്പോൾ നല്ലോണം കഴിക്കും. അതെന്താ എനിക്കറിയില്ല, അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് അവിടുന്ന് ചോറ് നല്ലോണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിന്. ചിക്കൻ കറി ഉള്ളതുകൊണ്ടോന്ന് അറിയാം. ലാസ്റ്റ് നല്ല അടപ്രഥമനും ഗോളികയും ഉണ്ടായിരുന്നു. ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്കി പിന്നെ വ്ളോഗ് എടുക്കാനൊന്നും ഓർമ്മയുണ്ടായിട്ടാ. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.